അതെ. എന്നാൽ നമുക്ക് ഇവിടെ അടുത്തുള്ള ആരോടെങ്കിലും ചോദിച്ചാലോ? എന്നാ നമുക്ക് ചോദിച്ചു നോക്കാടി. ആന്റി, ഈ സാറ എന്ന് പറയുന്ന പെണ്ണിന്റെ വീട് ഇവിടെ വല്ലതാണോ? ആ അതെ. എന്താ ചോദിച്ചേ? നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിരുന്നു, അത് അന്വേഷിക്കാൻ വന്നേ. ആ കുട്ടിയുടെ വീട് എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ആ കുട്ടിയുടെ വീട് ഇങ്ങോട്ട് പോകുന്നു. നന്ദിയുണ്ട്. ഇനി ഇതായിരിക്കും ആന്റി പറഞ്ഞ അവളുടെ വീട്. തുറന്നു നോക്കാം. വാടി, നമുക്ക് ഇവിടെ വല്ലതും അന്വേഷിച്ച് നോക്കാം, എല്ലാം കിട്ടുമെങ്കിലും. ശരി എന്നാ നീ അങ്ങോട്ട് പോ. നീ അവിടെ ഞാൻ അവിടെ നിൽക്കാം. ഞാൻ ആ പ്രേതത്തിനെ ഇവിടെ വെച്ച് വീണ്ടും കണ്ട്. എടി, ഇനി ആ പ്രേതം നമ്മളെ ഉപദ്രവിക്കാൻ വന്നതാണോ? എന്തായാലും സാരമില്ല, നമുക്ക് അന്വേഷിക്കാം. എടി, നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഇത് കണ്ടോ? ആ സാറ എന്ന പെൺകുട്ടി കിടക്കുന്ന റൂമിലെ ബെഡ് മൊത്തം കീറിയിരിക്കുകയാണ്. എന്റെ പാത്രം കുടുങ്ങിയല്ലോ. ആണ്ടടി, അത് കണ്ടോ? അവിടെ ഒരു പാവ. നമുക്കതൊന്ന് എടുത്തു നോക്കാം. വാ. എടി വാടി, നമുക്ക് ഇതേ കിട്ടിയല്ലോ. നമുക്ക് വാ, ഇതായിട്ട് വീട്ടിലേക്ക് പോകാം. ശരിയെന്നാ വാടി. ആകെ ആ വീട്ടിൽ നിന്ന് ക്ലൂ ആയിട്ട് കിട്ടിയ ഈ പാവ മാത്രമാണ്. എടി, ഈ പാവ വെച്ച് നമുക്ക് എന്നാ ചെയ്യാനാ? ഈ പാവ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ? ആ ശരിയാ. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പെൺകുട്ടിയല്ല. പിന്നെ ആരാ? ഞാൻ ആ സാറ എന്ന പെൺകുട്ടിയുടെ ആത്മാവാണ്. നീ ഇന്നത്തിന് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന്? ഈ കിടക്കുന്ന പാവ നിങ്ങൾ എടുത്തോണ്ട് വന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഈ പാവയ്ക്ക് എന്താ ഇത്ര പ്രത്യേകത? ഈ പാവയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാവ. അതിന് ഞങ്ങളിപ്പോ എന്നാ ചെയ്യണം? ഞാൻ ഇനി നിങ്ങളുടെ അടുത്തൊന്നും ഇനി ഒരിക്കലും പോവില്ല. നിങ്ങൾ എൻ്റെ ഈ പാവ എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് ഒരിക്കലും പോവില്ല. അതുമാത്രമല്ല, ഇവിടെ വേറൊരു ദുഷ്ടാത്മാവും കൂടിയുണ്ട്. അതിന് രാത്രി 12 മണിയാകുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്തിന്? അത് എന്തോ നിങ്ങളുടെ കയ്യിൽ നിന്ന് നേടാനുണ്ട്. അതിനു വേണ്ടി. നിങ്ങളെന്താ ഈ നട്ടപ്പാതിരാത്രി എഴുന്നേറ്റിരിക്കുന്നേ? എടി, നിങ്ങളെന്തിനാ ഇത്രയും പേടിക്കുന്നേ? അത് പിന്നെ നിന്റെ ദേഹത്തൊരു പ്രേതം കയറി ഞങ്ങൾ കണ്ടു.
പ്രേതോ? എന്ത് പ്രേതം? അതൊന്നും അറിയത്തില്ല. ഇന്ന് രാത്രി ആ ദുഷ്ടാത്മാവ് നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞു. എടി ആ പവനെ കളഞ്ഞിട്ട് നമുക്ക് ഈ പവനൊന്നും വേണ്ട. അതെന്താടി ഈ പാവ നല്ല പാവല്ലേ? പിന്നെ അതൊരു പ്രേതപ്പാവയടി. ഏത് പ്രേതം? എടി സാറ എന്ന പെൺകുട്ടിയുടെ ആത്മാവില്ലാത്തുണ്ട്. ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത്? ആ പെൺകുട്ടി തന്നെ. ആ പെണ്ണിനെ മരിച്ചതല്ലേ, പിന്നെ എങ്ങനെ നിങ്ങളോട് പറഞ്ഞത്? ആ പെൺകുട്ടിയാ നിങ്ങളോട് നിന്റെ ദേഹത്ത് കയറിയിട്ട് പറഞ്ഞു. ആ അതെടി ശരിയാ. എടി ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? അയ്യോ ഇത് പ്രേതം. അമ്മേ ഞങ്ങളെ ഉപദ്രവിക്കല്ലെന്ന് പറഞ്ഞ് ഇപ്പൊ എന്തിനാ വന്നേ? നിങ്ങൾ എന്നെ കൂടാതെ വേറെ ഏതോ പ്രേതത്തിനെ നിങ്ങൾ ഈ വീട്ടിലേക്ക് കയറ്റിയിരിക്കും. ഞങ്ങൾ ഒരു പ്രേതത്തിനെയും കയറ്റിയിട്ടില്ല. എന്തായാലും നിങ്ങളെ ഞാൻ ഇനി വെറുതെ വിളിച്ചില്ല. എടി ആ പ്രേതം എവിടെ പോയി? നമ്മളെ കൊല്ലുമെന്നടി തോന്നുന്നത്. എടി ഉടനെ തന്നെ നമുക്കൊരു മന്ത്രവാദിനെ വിളിക്കണം. ശരിയോ നീ പറഞ്ഞത്? എടി എൻ്റെ ഓർമ്മയിൽ ഒരു മന്ത്രവാദി ഉണ്ട്, അയാളെ ഞാൻ വിളിക്കാം. ആ ശരി. ഹലോ മന്ത്രവാദി, ഞങ്ങളുടെ ഞങ്ങളൊരു റൂമിലാണ് ഇപ്പം താമസിക്കുന്നത്. അങ്ങോട്ടൊന്ന് വരാമോ? ആ മിന്നൂസ് റൂം സ്റ്റേ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, കോട്ടയത്താണ്. ശരി മന്ത്രവാദി വേഗം വരണേ. ഓക്കെ. ഇനി മന്ത്രവാദി വേഗം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരൂ. താങ്കൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഇത് മിന്നൂസ് ഹോം സ്റ്റേ ആണോ? അതെല്ലോ. ഞാനൊരു പ്രേതത്തിനെ വിളിപ്പിക്കാനായിട്ട് വന്നതാണ്. ഇവിടെ ഒരു പ്രേതവും ഇല്ല. നിങ്ങൾ പൊക്കോ. ഇവിടുത്തെ 10ാം നിലയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ആ മുറി ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ കാണിച്ചു തരാം. ബാ. ഇതാ 10ാം നില. ഞാൻ പോവാ. എന്തിനാണ് നിങ്ങൾ എന്നെ വിളിച്ചത്? ഒരു പ്രേതത്തിനെ ഒഴിപ്പിക്കാനായിട്ടാ. എവിടെയാണ് ഞാനിപ്പം പൂജ ചെയ്യണ്ടേ? ആ പാവയുടെ അടുത്ത് തന്നെ നിങ്ങൾ പൂജ ചെയ്തോളൂ. ഞാൻ പൂജ ചെയ്യുന്നിട്ട് ആരും അങ്ങോട്ട് കിടന്നു വരുന്നു. ശരി മന്ത്രവാദി. സ്വാമി ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പാവനെ അവരെ തറച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾ ആരും അങ്ങോട്ടേക്ക് പോകണ്ട. നന്ദിയുണ്ട് സ്വാമിജി. നന്ദിയുണ്ട് സ്വാമിജി. ഞാനെന്നെ പോവാ. ഇപ്പോഴാണ് സന്തോഷായത്. സമാധാനം. സത്യം. ഇത്രയും നല്ല ഈ പ്രേതത്തിനെ തലയൊച്ചുകൊണ്ട് നിൽക്കുവാൻ. അതേടി, ഇന്നെങ്കിൽ നമുക്ക് മനസമാധാനത്തോടെ കിടക്കണം. അതെ. നിനക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടേ? ആ എടി എനിക്ക് പോകണം. ഞാനതുകൊണ്ട് ഇന്ന് വൈകുന്നേരം പോകാമെന്നാണ് വിചാരിച്ചത്. എടി കുറച്ച് ദിവസം കൂടെ നിൽക്കടി. എടി എനിക്ക് കുറച്ച് ജോലികളൊക്കെ ചെയ്യാനുണ്ട്. നമുക്ക് പിന്നെ ചെയ്യാം. അല്ലേടി എനിക്ക് പിന്നെ ക്ലാസ്സൊക്കെ ഉണ്ട്. ആ എന്നാ നീ വേഗം ബാഗൊക്കെ പാക്ക് ചെയ്തോ. ശരിയടി. അവള് പോയാൽ നമ്മൾ പിന്നെ തനിച്ച് ഇനി എടി ഇനി
പേടിയുണ്ട് എനിക്ക്. ഓ മതി അങ്ങോട്ടേക്ക് പോകാം. അവളെല്ലാം പാക്ക് ചെയ്ത് നോക്കട്ടെ. ഞാൻ പാക്ക് ചെയ്ത് ഇവിടെ കുറച്ചുടുപ്പം കൂടി ഉണ്ട്. അത് ഈ വൈകിട്ടേക്കാണ്. പിന്നെ നിങ്ങൾക്ക് പേടിയൊന്നും ഇല്ലല്ലോ ഇവിടെ കിടക്കാൻ? ഇല്ല. വല്ല കുഴപ്പമുണ്ടോ വിളിക്കണേ. ഇത് ഞാൻ കാര്യം പറയാൻ പറഞ്ഞു. നമ്മുടെ ഇവിടുത്തെ ഫോൺ പൊട്ടിപ്പോയായിരുന്നു. ആണോ? രണ്ടുപേരോടും ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഇനി ആ പാവയുടെ അടുത്തോട്ടൊന്നും പോകണ്ട. ഇല്ല. ആ ശരി, ഇനി ഞങ്ങളൊന്നും പോകത്തില്ല. നിങ്ങളെയൊക്കെ വിശ്വസിക്കാൻ കൊള്ളാൻ മതി നോക്കാം. എന്നാ പോട്ടെ മകളെ. ബൈ. എടി നമുക്ക് ചിലപ്പോ തോന്നിയതായെന്നെങ്കിലും കിടക്കാം.